വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ബിൽ അവതരണത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എംപിമാർ ഉടൻ യോഗം ചേരും. ഇന്ത്യ മുന്നണി എതിർത്താലും നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നാണ് എംപിമാരോട് കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയുടെ ആഹ്വാനം. വഖഫ് നിയമം കാലോചിതമായി പരിഷ്കരിക്കാത്തതാണ് മുനമ്പം ഭൂപ്രശ്നത്തിന് കാരണമെന്നാണ് KCBCയുടെ പ്രതികരണം. ഈ പ്രശ്നം ഉണ്ടായ സമയം മുതൽ നമ്മൾ പറയുന്ന സ്റ്റാൻഡ് തന്നെയാണിത്. വഖഫ് നിയമത്തെ അപ്പാടെ റദ്ദാക്കണമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. കാരണം വഖഫ് നിയമം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ വ്യക്തി നിയമമുണ്ട്, അതിനകത്ത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ സ്പർശിക്കുന്നില്ല. നമ്മൾ വളരെ കൃത്യമായ ക്ലോസുകളെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെയും ഇവിടുത്തെ സിവിൽ നിയമത്തിനും നിരക്കാത്ത രീതിയിലുള്ള ചില ക്ലോസുകൾ ഇപ്പോഴത്തെ നിയമത്തിലുണ്ട്. അത് കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. എന്താന്ന് വെച്ചാൽ ഈ മുനമ്പത്തെ വിഷയം ഉണ്ടാകാൻ കാരണമായത് ഈ വഖഫ് നിയമത്തിലുള്ള ചില ക്ലോസുകളാണ്. ആ ക്ലോസുകളെ അമെന്റ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ കോൺഗ്രസ് ആയാലും ആരായാലും എന്തുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യാത്തത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇവർ പറയുന്നത്? അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്, നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ദീപികയിൽ വന്ന ലേഖനത്തിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയമുണ്ട്. ആദ്യം ആർ അച്യുതനിലേക്കാണ്. അച്യുതൻ, ഇതിൽ കത്തോലിക്ക സംഘടനകളുടെ നിലപാട് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ KCBCയും CBCയും ഒക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നതാണത്. കോൺഗ്രസിൽ ഇത് സമ്മർദ്ദം നൽകുന്നതാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മുസ്ലിം ലീഗ് ആകട്ടെ പൂർണ്ണമായും ഈ ബില്ലിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഈ കാര്യത്തിലെ പോക്ക് എങ്ങനെയായിരിക്കും എന്നതിൽ തീരുമാനം എപ്പോഴുണ്ടാകും. നാളെ പാർലമെന്റിലേക്ക് വിഷയം വരികയാണെങ്കിൽ അപ്പോൾ അതിൽ തീരുമാനം എന്ന തരത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ താരിഖ് അൻവർ പ്രതികരണം നൽകിയിരുന്നു. പക്ഷേ അതിലൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട്? ഒപ്പം തന്നെ NDAയിലെ മറ്റ് ഘടകകക്ഷികളുടെ നിലപാട് അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാകില്ലേ? തീർച്ചയായിട്ടും അനുജ, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായി ചർച്ചയാകുന്നത്. അതിലൊന്ന്, ഈ NDAക്കകത്ത് JDU അടക്കം ചില എതിർപ്പുകൾ ഈ ബില്ലിന്മേൽ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ JDUവിനെ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക്, ശാശ്വതം അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്തേണ്ടി വരും. അത്തരം ചർച്ചകൾ സജീവമായി തന്നെ NDAയിൽ നടക്കുന്നു. എന്നാൽ പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. കാരണം KCBCയും അതുപോലെ തന്നെ CBCയും ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയതോടെ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ മുസ്ലിം ലീഗ് പറയുന്നത്, ഇന്നലെ ഹാരിസ് ബീരൻ MP അടക്കം പ്രതികരിച്ചൊരു കാര്യം എന്നുള്ളത്, ഈ മുനമ്പം വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ആരെയും ഒഴിപ്പിക്കില്ല എന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ നിലവിലെ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. ആ ബോർഡിലേക്ക് ഈ നിയമപ്രകാരം, ഈ പുതിയ ബില്ല് പ്രകാരം അവിശ്വാസികളെ കൂടി ഉൾപ്പെടുത്തുന്നത് അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആശങ്ക. പക്ഷേ ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് പ്രധാനം. KCBCയുടെയും CBCയുടെയും നിലപാടുകളെ, ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കാനായി ഉപയോഗിക്കുന്നത്. അതായത് അവർ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രധാനമായും ഈ രണ്ട് കൂട്ടരും പറഞ്ഞത്, കേരളത്തിൽ നിന്നുള്ള MPമാർ അതിനെ പിന്തുണയ്ക്കണം, എന്നാൽ മാത്രമേ മുനമ്പം ഉൾപ്പെടെയുള്ള ഭൂമി തർക്കങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്ന തരത്തിലേക്കായിരുന്നു ആ പ്രസ്താവനകൾ. അവിടേക്കാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പൂർണ്ണമായും ഏത് തരത്തിലുള്ള ഒരു സമീപനം ഈ ബില്ലുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഫ്ലോറിൽ, അതായത് രണ്ട് സഭകളിലും സ്വീകരിക്കേണ്ട നിലപാട് എന്നതിനെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യുക. അത് ഒരു കൂട്ടർക്കും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ വളരെ സമവായത്തോടുകൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം പൊതുവെ ഈ KCBC ഉൾപ്പെടെയുള്ളവ ഇങ്ങനെയുള്ളൊരു ബില്ലിനെ പിന്തുണച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നു. ലീഗ് കോൺഗ്രസിന് കേരളത്തെ സംബന്ധിച്ച് വേണ്ടപ്പെട്ട ഒരു ഘടകമാണ്, ഘടക കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ലീഗിനെയും പിണക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ആ തീരുമാനങ്ങൾ എത്തുക എന്നത് നിർണായകമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി 12:30 ഒരു യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.